നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയ ഇലവഞ്ചേരിയിലെ കടയിലായിരിക്കും ഇന്ന് തെളിവെടുപ്പ്. അതേസമയം ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രതിക്ക് കടുത്ത നിരാശയെന്ന് ആണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, അന്ന് ഈ പുഷ്പ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ചെന്താമര പോലീസിനോട് പറയുന്ന കാര്യങ്ങൾ. അതായത് ഇയാൾക്ക് ചെയ്ത കാര്യങ്ങളിൽ ഒന്നും യാതൊരു കുറ്റബോധമില്ല, ഇനിയും അവസരം കിട്ടിയാൽ കൂടുതൽ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. ഇത് തന്നെയാണോ ഈ മൊഴികളിൽ നിന്ന് മനസ്സിലാവുന്നത്? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ തെളിവെടുപ്പിന് എത്തിച്ച സമയത്ത് പോലും ഈ പ്രതിക്ക് ഒരു തരി കുറ്റബോധം പോലും ഉണ്ടായിരുന്നില്ല. ഇയാൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കൂസലും ഇല്ലാതെയാണ് ഇന്നലെ പോലീസിനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചത്. അതിനുശേഷം നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അയൽവാസിയായ പുഷ്പയാണ് ഈ ചെന്താമരയുടെ കുടുംബം തകരാനും ഭാര്യ പിണങ്ങിപ്പോവാനും ഒക്കെ കാരണക്കാരിയായത്. മാത്രവുമല്ല, ഈ ചെന്താമര നാട്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടി പല തവണ പുഷ്പയാണ് പോലീസിൽ പരാതി നൽകിയത്. അതുകൊണ്ട് പുഷ്പയോട് ഇയാൾക്ക് വലിയ രീതിയിലുള്ള വൈരാഗ്യമുണ്ട്. പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിൽ കടുത്ത നിരാശയാണ് ഇന്നലെ ഈ അന്വേഷണ സംഘത്തിനോട് ഈ പ്രതി ചെന്താമര പറഞ്ഞത്. ഇനി ഒരിക്കലും ഈ പ്രതി പുറത്തിറങ്ങില്ലെന്ന് പുഷ്പയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പുഷ്പ രക്ഷപ്പെട്ടു എന്നും കൂടി ഈ പ്രതി ചെന്താമര പോലീസിനോട് പറഞ്ഞു. ഒപ്പം ഇയാൾക്കിനി പുറത്തിറങ്ങേണ്ട, ഒരു ദിവസത്തെ പരോൾ പോലും ആവശ്യപ്പെടില്ല, ചെയ്തത് തെറ്റായി പോയി എന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഒരു തരത്തിലുള്ള കുറ്റബോധമോ ഭാവവ്യത്യാസമോ ഇന്നലെയും മുൻപ് പോലീസ് പിടിച്ചപ്പോൾ ഒന്നും ഇയാൾക്കുണ്ടായിരുന്നില്ല. നേരത്തെ പോലീസ് പിടികൂടിയപ്പോഴും ഇയാൾ പറഞ്ഞിരുന്നു തന്റെ ഭാര്യയെയും മകളെയും അടക്കം മറ്റ് ഉള്ളവരെ കൂടി, അതായത് 5 കൊലപാതകങ്ങൾക്കാണ് ഇയാൾ പദ്ധതി ഇട്ടിരുന്നത്. അന്ന് ഈ പുഷ്പ മറ്റ് പള്ളിയിൽ പോയത് കൊണ്ട് മാത്രമാണ് പുഷ്പയെ കിട്ടാതിരുന്നത്. ഒരുപക്ഷെ പുഷ്പയെ കിട്ടിയിരുന്നെങ്കിൽ പുഷ്പയെ കൊലപാതകം ചെയ്തിട്ടുണ്ടാകും. അതുപോലെ സുധാകരന്റെ മക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇരട്ട കൊലപാതകങ്ങളുടെ എണ്ണം വീണ്ടും കൂടിയേനെ. എന്തായാലും ഇന്ന് എലവഞ്ചേരിയിൽ ഈ ആയുധം വാങ്ങിയ കടയിൽ അടക്കം ഇന്ന് തെളിവെടുപ്പുണ്ടാകും. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ ആലത്തൂർ ജയിലിൽ നിന്നും ഈ തെളിവെടുപ്പിനായി പോലീസ് ഇറക്കും. ഈ പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിലുള്ള നിരാശ അത് വീണ്ടും ഈ പ്രതി പറയുന്നു. അല്ലെങ്കിൽ അപ്പോഴാണ് ഈ കൊലപാതകം നടത്തി അതിൽ ഒരു തരി പോലും കുറ്റബോധമില്ല എന്ന് ഇത്രയും ദിവസം പറഞ്ഞത്. അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ പ്രതിയുടെ മൊഴി. കാരണം ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ പുഷ്പയെ അടക്കം ഇനിയും കൊല്ലുമായിരുന്നു. കാരണം നേരത്തെ പുഷ്പ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ വധഭീഷണി ഉണ്ട്, അത് ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകിയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഈ പുഷ്പയോട് വ്യക്തിവൈരാഗ്യമുണ്ട് പ്രതിക്ക്. ഒപ്പം നേരത്തെ 2019 ഈ സജിതയെ കൊല്ലുന്നത് ഈ ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സജിതയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് സജിത കൂടോത്രം ചെയ്തു എന്ന അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് സജിതയെ കൊല്ലുന്നത്. സജിതയോട് കൂടെ പുഷ്പയും ഉണ്ടായിരുന്നു. പുഷ്പയും കൂടി കാരണക്കാരിയായിരുന്നു തന്റെ കുടുംബം തകരാൻ എന്നാണ് ഇപ്പോൾ പ്രതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുഷ്പയോടുള്ള വൈരാഗ്യം അത് കൂടാൻ കാരണം. ഒപ്പം ഈ നാട്ടിൽ വരാതിരിക്കാൻ, അതായത് ഈ പോത്തുണ്ടി പോയിന്റ് കോളനിയിൽ ഈ ചെന്താമര വരാതിരിക്കാൻ വേണ്ടി പോലീസിൽ പരാതി നൽകിയത് പുഷ്പയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതി അന്വേഷണ സംഘത്തിനോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്കുള്ള കുരുക്കുകൾ അത് മുറുകുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും പ്രതിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയതാണ്. അത് തെളിയിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ അതിലേക്ക് ശക്തി പകരുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതിയുടെ മൊഴിയുള്ളത്. എന്തായാലും ഇന്ന് എലവഞ്ചേരിയിൽ കൂടി തെളിവെടുപ്പുണ്ടാകും. ഇന്ന് 3 മണിവരെയാണ് പ്രതിക്കായുള്ള കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം ആവശ്യമെങ്കിൽ പിന്നീട് കസ്റ്റഡി നീട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. ശരി, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.